വെൽക്കം ടു അപ്പോൾ ഇന്ന് നമ്മൾ ഡെർവൻറ്റ് ഡാമിലെത്തിയൊക്കെയാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചില സമയത്ത് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്യും. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം ജനുവരി ഫെബ്രുവരി സമയത്തൊക്കെ ഇത് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്റ്റിലെ അപ്പർ ഡെർവൻ വാലിയിൽ ഹൗഡൻ റിസർവോയറിനും ലേഡി ബവർ റിസർവോയറിനും ഇടയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ഡെർവൻ ഡാം. ആയിരത്തി 1916 കാലഘട്ടത്തിലാണ് ഈ ഡാം നിർമ്മിച്ചത്. ലേഡി ബോവർ ഡാം കാണാൻ വരുന്ന പ്ലഗ് ഹോളൊക്കെ കാണാൻ വരുന്നവർക്ക് അതിന് മേളിലായിട്ടുള്ള ഒരു ഡാമാണ് ഇത് ഡെർവൻറ്റ് ഡാം. 1110 അടി നീളവും 114 അടി ഉയരവുമുണ്ട് ഈ ഡാമിന്. അപ്പോൾ നമുക്ക് വാട്ടർ സപ്ലൈ വരുന്നത് ഈ ഡാമിൽ നിന്നാണ്. ഡെർവിഷെയർ, നോട്ടിംഗ്ഹാം, ലെസ്റ്റർ, ഷെഫീൽഡ് അവിടോട്ടുള്ള എല്ലാം വാട്ടർ സപ്ലൈ തരുന്ന ഒരു മെയിൻ ഡാമാണ് ഇത്. ഗോതിക് സ്റ്റൈലിലുള്ള 2 ടവറുകൾക്കുള്ളിലായി ഓവർഫ്ലോ ആകുന്ന വെള്ളം നല്ല ഭംഗിയായി ഒഴുകി വരുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ ഷട്ടർ കൊടുക്കാനേ മുല്ലപ്പെരിയാർ ഇത് ഷട്ടർ കാണുന്നില്ലല്ലോ. കുറച്ച് മോളി വരെ നമുക്ക് കയറി കാണാൻ പറ്റും. കുറച്ചു മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഡാമിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ഗേറ്റ് രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് കാണാം. പൈപ്പ് തുറന്നാൽ വെള്ളം വരുമായിരിക്കും. പൈപ്പ് തുറക്ക് ചെയ്യണം, പൈപ്പ് വെള്ളം വരുന്നു. ഇവിടെ പൈപ്പ് ഉണ്ട്. ഇവിടെ അപ്പർ ഡെർവൻ വാലിയിലെ 3 റിസർവോയറുകളിൽ നിന്നാണ് UK മിഡ്ലാൻഡ് റീജിയനിലെ നോട്ടിംഗ്ഹാം, ഡെർബി, ലെസ്റ്റർ, ഷെഫീൽഡ് എന്നിവിടങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. വർക്കേഴ്സ് 1902 തൊട്ട് 1916 വരെ നിന്ന് പണിയെടുപ്പിച്ച ഒരു ഡാമാണിത്. 10 ലക്ഷമോ 12,42,100 ആകുന്നുണ്ട്. ഞാൻ പറഞ്ഞു. ഹൗഡൻ ഡാമിന്റെയും ഡെർവൻ ഡാമിന്റെയും ഡിസൈൻ ഒരേ രീതിയിലാണ്. സ്റ്റോൺ ഡാമുകളുടെ നിർമ്മാണത്തിൽ പ്രാഗൽഭ്യനായ എഡ്വേർഡ് സാൻഡിമാൻ ആണ് ഈ 2 ഡാമുകളുടെയും ചീഫ് എഞ്ചിനീയർ. മുല്ലപ്പെരിയാർ പോലെ ഇടയ്ക്കൊക്കെ ഇതിന് ചോർച്ചയൊക്കെ കാണുന്നുണ്ട്, വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഡാമിന് മുകളിലെത്തിയാൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഡെർവൻ റിസർവോയറും കാണാൻ കഴിയും. എന്തോ തെളിഞ്ഞ വെള്ളം. എന്റെ തീം ഇതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. അതൊക്കെ
ഡാമിന് അടുത്തുള്ള ഫെയർഹോം വിസിറ്റർ സെന്ററിലും വരുന്ന വഴികളിലുമായി പെയ്ഡ് കാർ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. അപ്പോൾ ഡെർവൻ ഡാം ഒക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര പറയുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും